എന്നിട്ടുണ്ടാക്കാം മോളെ നമ്മളിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണേ നല്ല എളുപ്പമായിട്ട് വഴിയാണ് നമുക്ക് ആവശ്യം പോകുന്നത് അമ്മ ചോദിക്കട്ടെ എവിടെ നിന്ന് കിട്ടിയത് നിനക്ക് റെസിപ്പി എവിടെ നിന്ന് കിട്ടിയത് നമ്മൾ സ്കൂൾ പ്രോജക്റ്റ് ചെയ്ത നമുക്ക് ആവശ്യം പോകുന്നത് 1 കപ്പ് മിൽക്ക് 1/4 കപ്പ് ഷുഗർ 3/4 കപ്പ് ഉപ്പ് 1/2 ടീസ്പൂൺ വെനില 2 കപ്പ് ഐസ് ഉപ്പിട്ടിട്ട് ഐസ്ക്രീം ഉണ്ടാക്കണേ ഉപ്പിട്ടിട്ട് ഐസ്ക്രീം ഉണ്ടാക്കണേ സോൾട്ട് ബാഗില് മിൽക്ക് ഷുഗർ നെല്ല് വെക്കും അത് മറ്റു ബാഗിലുള്ള ഉപ്പ് ഐസ് വെക്കും ഓക്കെ ഐസ്ക്രീമിൽ ഇടില്ല ഉപ്പിടില്ല ഓക്കെ 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 ഐസ്ക്രീം സെറ്റ് ആവാൻ വേണ്ടിട്ട് എത്ര സമയം എടുക്കും 5 to 15 minutes നന്നായിട്ട് കുളിക്കുന്ന വേഗം കിട്ടും അപ്പോൾ നമ്മൾ ഐസും പിന്നെ ഐസ്ക്രീം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് കവറിലേക്ക് ഐസും പിന്നെ ഉപ്പും കൂടി ചേർക്കും എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ്സിനുള്ള ഐസ്ക്രീം സെറ്റായി കിട്ടും അധികം ഷെയ്ക്ക് ചെയ്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ എടുക്കും പിന്നെ നമ്മളാ പറയണ കറക്റ്റ് അത്രയ്ക്ക് ഉപ്പ് തന്നെ ചേർക്കണം അല്ലേ കാരണം ഐസ് എത്രയും പെട്ടെന്ന് വെള്ളമാവണോ അത്രയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ട് വരും അല്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് ആകെ കൂടി എത്ര കൂട്ടം സാധനങ്ങൾ 3 കൂട്ടം സാധനങ്ങൾ അല്ലേ ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് പാലും വേണം പഞ്ചസാരയും വേണം വാനില എസൻസും വേണം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് അല്ലേ പിന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആരുടെയും ഹെൽപ്പൊന്നും ആവശ്യമില്ല അല്ലേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കവറിലിട്ടിട്ട് അത്രയ്ക്കേ ഉള്ളൂ അല്ലേ അപ്പം നീനയുടെ പോലെയുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ അമ്മയുടെ ഹെൽപ്പൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീമിനല്ലേ കാരണം നീന ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡിയായി വഴിക്ക് തന്നെ നീന തന്നെ എടുത്ത് ഫുള്ള് ഫിനിഷ് ചെയ്തു പക്ഷേ അമ്മമാരെങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും അത്രയ്ക്ക് കടയിൽ നിന്ന് വേണം അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയും അല്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നിട്ടാ വേണ്ടത് 1 കപ്പ് പാല് 250 ml കപ്പായിട്ട് എടുത്തേക്കത് അതിനകത്ത് 1 കപ്പ് പാല് എങ്ങനെ തിളപ്പിച്ച ചൂടുള്ള പാല് വേണോ അല്ലെങ്കിൽ തണുത്ത പാല് വേണോ നല്ല തണുത്ത പാലെടുക്കട്ടെ ഇപ്പോൾ നമുക്ക് ഫ്രീസർ ബാഗിൻ്റെ കോർട്ടത് ഇതേപോലത്തെ ഒരു ഫ്രീസർ അല്ല ഇതേപോലത്തെ അതൊരു സിപ്ലോക്കിൻ്റെ കവർ അടിയത് സിപ്ലോക്കിൻ്റെ കവർ എന്ന് പറഞ്ഞാൽ മതി സിപ്ലോക്കിൻ്റെ കവറിലേക്ക് പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ പാല് നമ്മളെങ്ങനെ കുടിക്കാനെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ എടുക്കുക ഇനിയിപ്പോൾ തിളപ്പിച്ചിട്ടാണ് പാല് കുടിക്കാനെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പിക്കാണ്ടാണ് ഇപ്പോൾ പാസ്ചറൈസ് ചെയ്ത മിൽക്കാണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കിയില്ലെങ്കിലും നന്നായിട്ട് തണുത്ത പാലെടുക്കുക അത് ഇവിടെ ഒരു സിപ്ലോക്കിൻ്റെ കവറിൽ ഒഴിച്ചിട്ടുണ്ട് ആ കവർ ശരിക്കും വയ്ക്കാമല്ലേ ചിലപ്പോൾ മറന്നു പോട്ടെ ഇനി വേറെ എന്താ വേണ്ടേ പഞ്ചസാര നമുക്ക് 1/4 കപ്പ് ആവശ്യമുണ്ടാവും അപ്പോൾ പാൽ 1 കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സെയിം കപ്പിൽ തന്നെ 1/4 അല്ലേ 1/4 കപ്പ് ഷുഗർ അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ ഞാൻ പഞ്ചസാര എന്നിട്ട് ചെയ്യാൻ പോണേ ഈ പാലിലേക്ക് നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ല ഇടാൻ വേണ്ടിയിട്ട് പോകണം നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് അല്ലേ ആ വാനില എസൻസ് നമ്മൾ ആ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് അല്ലേ ഭയങ്കര സിമ്പിളായിട്ടുള്ള മിക്സിംഗ് ആണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും പിന്നെ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു ഗാലൻ ബാഗ് ആവശ്യമുണ്ടാവും അപ്പോൾ കുറച്ചും കൂടി വേറൊരു കവർ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സിപ്ലോക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്
അപ്പോൾ ഈ ഇത് വെക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരുന്ന മിക്സ് ചെറിയ കവറാണല്ലോ, അത് ഈ വലിയ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഇപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലത്തെ വലിയ കവറൊന്നും ഇല്ലെന്ന് വെച്ചിട്ടും കുഴപ്പമില്ലെന്നുണ്ടല്ലേ, സാധാരണ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കവറിലിട്ടാലും മതിയില്ലേ. ഐസ്ക്രീം അല്ല, ഈ ഐസ് ഇടുന്ന കവർ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ 2 കപ്പ് ഐസ് വെക്കുമ്പോൾ അപ്പോൾ ആ വലിയ കവറിലേക്ക് 2 കപ്പ് ഐസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണ്. അപ്പോൾ നമ്മൾ ആ പാലിൻ്റെ ആ കവർ നന്നായിട്ട് അടച്ചിട്ടില്ലേ, സീൽ ചെയ്തിട്ടില്ലേ? നന്നായിട്ട് അടച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അടയ്ക്കണം അല്ലേ. ഈ കവറിലേക്ക് നമ്മൾ ഐസ് ഇടാണ്. കവറിൻ്റെ എല്ലായിടത്തും ഐസ് വരണം. എല്ലായിടത്തും എന്ന് വെച്ചാൽ ഈ കവർ ഫുള്ള് വേണ്ടല്ലോ, നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ആ ചെറിയ കവർ ഇട്ടേക്കണ ആ പാലിൻ്റെ അത്രയ്ക്ക് വേണം ഐസ്. എന്നിട്ട് അടുത്ത് ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർക്കും. നമുക്ക് 3/4 കപ്പ് ആവശ്യമുണ്ടാവും. ഇതിലേക്ക് 3/4 കപ്പ് 3/4 ഇത് 3 ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് ഉപ്പാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശരിക്കും എത്രയാണ് അവർ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുത്ത്? 3/4 ഉപ്പ്. ഓക്കെ. ഇതിപ്പോൾ എടുക്കുന്നത് ഏത് കപ്പാ? 1/4 കപ്പാണ് അവൾ എടുത്തേക്കുന്നത്. പക്ഷെ അതിനകത്ത് അവളിപ്പോൾ 3 പ്രാവശ്യം ഉപ്പ് ചേർക്കും. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ഐസിൻ്റെ കൂടെയാണ് ചേർക്കണത്. നമ്മുടെ ഐസ്ക്രീം വെച്ചേക്കണ മിക്സിൻ്റെ അത് സിപ്ലോക്ക് നന്നായിട്ട് അടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പായിട്ടുള്ള ഐസ്ക്രീം തിന്നാൻ പറ്റും. പിന്നെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഉപ്പായാലും മധുരമായിരുന്നാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അമ്മമാരുണ്ടാക്കി തരുമ്പോഴേ പ്രശ്നമുള്ളൂ. തന്നെ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടായില്ല, എന്താ കുഴപ്പം? നമ്മളെ കൈ കഴിട്ടോ, ഉപ്പ് പണിയെല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആ കവറ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പോണതിന് മുമ്പ് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം അല്ലേ, നന്നായിട്ടൊന്ന് കുലുക്കണം അല്ലേ, നന്നായിട്ടൊന്ന്. ഇനി ഫ്രീസറിലേക്ക് വെക്കാം അല്ലേ. ശരിക്കും റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ, എന്നിട്ട് കൊണ്ടാ നമുക്ക് തുറന്നു നോക്കാം. ഇതില് ഉള്ളൊരു ബാഗിൽ ഉപ്പുണ്ടാവും. സോ കഴിച്ചു വെള്ളം കവറിൻ്റെ പുറത്തെ വെള്ളം തുടച്ച് കളയണം അല്ലേ. ഇപ്പോൾ നീന എത്ര മിനിറ്റ് വെച്ചത് ഐസ്ക്രീം സെറ്റ് ആകാൻ വേണ്ടിയിട്ട്? 15 മിനിറ്റ്സ് അല്ലേ. നന്നായിട്ട് ഷേക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ള ഐസ്ക്രീം റെഡി. സ്കൂപ്പ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ഐസ്ക്രീം നമ്മൾ കുറേ നേരമൊന്നും നമ്മൾ ഫ്രീസറിൽ വെക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ ഒട്ടും ഐസും പിടിക്കണില്ല കേട്ടോ. ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, പ്രത്യേകിച്ച് നീനയുടെ പോലെയുള്ള ചെറിയ കുട്ടികളല്ലേ, അമ്മമാരെ ഹെൽപ്പൊന്നും ഇല്ലാണ്ട് ഇനി പാല് കുടിക്കാൻ വേണ്ടിയിട്ട് തരുമ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഐസ്ക്രീം ഉണ്ടാക്കാം അല്ലേ.
എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം? ടേസ്റ്റ് ഉണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു കുഴപ്പമുണ്ടല്ലോ ഞാൻ ചില സ്ഥലത്തില് നല്ല പഞ്ചസാര ഉണ്ട്. രാത്രി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇവിടെ. പാലും പിന്നെ പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മീനത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചില സ്ഥലത്ത് പഞ്ചസാര കൂടി പോയിട്ടുണ്ട്. ചില സ്ഥലത്ത് അത്രയ്ക്കില്ല. ശരി, കുഴപ്പം പറ്റി. ഇനി അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യല്ലേ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. നല്ല രസമുണ്ടല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ശരിക്കും. Never mind, Dora. അത് മതി. No.